സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ആദരണീയരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളോടൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് നിത്യമായ വചനവുമായി മുമ്പിൽ വരുവാൻ എന്നെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഇത് തീരം വരെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ മനസ്സ്, ശരീരം, ഹൃദയം ആശ്വാസം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും, ധൈര്യവും പ്രത്യാശയും പുതിയ അനുഗ്രഹങ്ങളും വരും. ഒക്കെ കർത്താവ് സഹായിക്കട്ടെ. ഈ 2025 ആദ്യ ഭാഗത്തായ ഈ മാസങ്ങളിൽ നമ്മൾ പരിശോധിച്ചു വരുന്നത്, പഠിച്ചു വന്നത് ദൈവത്തിൻ്റെ യുഗപരിപാടിയെ മനുഷ്യർ അറിയണം. സ്വർഗത്തിലേക്കുള്ള യുഗപരിപാടിയല്ല, ഭൂമിയിലെ യുഗപരിപാടി. ഭൂമിയിലെ യുഗപരിപാടി നാം അറിയാൻ വേണ്ടി ഓരോ കാലങ്ങളിൽ യുഗങ്ങൾക്ക് മാറ്റവും മാറ്റത്തിനൊത്തവണ്ണം ദൈവനിയമത്തിന് വ്യത്യാസവും വരുത്തിക്കൊണ്ടാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ദൗത്യം. പഴയ നിയമത്തിൽ 4 പുതിയ നിയമത്തിൽ 3 യുഗങ്ങൾ ഉണ്ട് എന്ന് വേദശാസ്ത്രജ്ഞരോട് ചേർന്ന് നിന്ന് ഞാനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുഗമായിരിക്കുന്ന കൃപായുഗത്തിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 7 യുഗങ്ങളിലും ഏറ്റവും വലിയ യുഗം കൃപായുഗവുമാണ്. കൃപായുഗത്തിൻ്റെ ആരംഭവും അതിനു മുമ്പുണ്ടായിരുന്ന യുഗത്തിൻ്റെ സമാപനവും തൊട്ട് തുടങ്ങിയിട്ട് കൃപായുഗത്തിനുള്ളിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുതലാണ് കൃപായുഗത്തിൻ്റെ ആരംഭം. ആ കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യക്ഷമായ 2-3 അടയാളങ്ങൾ, മറ്റേ യുഗം മാറുന്നതും ഈ യുഗം പുലരുന്നതുമായുള്ള അടയാളങ്ങൾ നമ്മൾ പരിശോധിക്കുകയും കാണുകയും ചെയ്യുകയുണ്ടായി. ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ അതിന് രഹസ്യ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ രഹസ്യമായ അടയാളമുണ്ട്. അത് ഇന്ന് മുതൽ ചില എപ്പിസോഡ് പരിശോധിച്ചതിന് ശേഷം കൃപായുഗത്തിന് സമാപനവും കൃപായുഗത്തിൻ്റെ അവസാനവും അടുത്ത യുഗം ഏതാണ് എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി ഒട്ടും തെറ്റാതെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഴു ലോകവും ഇതറിയണം. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളും മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളും അങ്ങനെ അറിഞ്ഞറിഞ്ഞ് പോകട്ടെ. എല്ലാവരുടെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ, എല്ലാ രാജ്യത്തും ഒരുപോലെ പോകാൻ പറ്റില്ലല്ലോ, ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ നടന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എല്ലാ മനുഷ്യരും അറിയേണ്ടതാണ്. ഒരു സമൂഹത്തോട് മാത്രമോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോട് മാത്രമോ അല്ല, സകല മനുഷ്യരെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇതിനു വേണ്ടി 2 വാക്ക് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാൻ വിചാരിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്നവരായ അങ്ങയുടെ ജനത്തെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അവർ മുഖാന്തരമായി
അവരുടെ സ്നേഹിതർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ചാർച്ചക്കാർ, ഇങ്ങനെ പരസ്പരം കൈമാറി എല്ലാവരും ഇതറിയട്ടെ കർത്താവേ. അങ്ങനെയാണല്ലോ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പും പ്രബോധനവും. അതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവരെല്ലാവരും അങ്ങയുടെ വചനത്താലും ശക്തിയാലും വിടുതൽ പ്രാപിക്കണം, അനുഗ്രഹിക്കപ്പെടണം. അവിടെ നാളെയെക്കുറിച്ചുള്ള ഭാവിയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. കാര്യം കർത്താവിൻ്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇത് കേൾക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും നീക്ക് പോകും വിടുതലും അനുഗ്രഹവും ഉണ്ടാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് നൽകുന്നു. വിശുദ്ധ ജനത്തെ ചേർക്കാനായി രണ്ടാമതും വേഗത്തിൽ പ്രത്യക്ഷനാകുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51-52 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കൃപായുഗത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ സഭ മാറ്റപ്പെടുന്നു. സഭ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ച് യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാന കല്ലിന്മേൽ പണിയപ്പെടുന്ന വിശുദ്ധന്മാരുടെ സംഘമാണ് സഭ. ആ സഭ മാറ്റപ്പെടുന്ന സമാപനത്തിൽ ആ അവസരത്തിലെത്തിയപ്പോൾ ആ വെളിപ്പാട് പൗലോസ്ലീഹായ്ക്ക് കൃത്യമായ പോയിന്റിൽ കൂടെ പറഞ്ഞു കൊടുത്തു, അത് വെളിപ്പെടുത്തി കൊടുത്തു. താനത് കുറിച്ച് വെച്ചിട്ടുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം പറയാൻ ഞാൻ വരികയാണ്. അപ്പോൾ അതുവരെ ഈ ആൾക്കാർക്ക് കൃത്യമായി വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് രൂപരേഖയില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അന്ത്യകാഹളനാദത്തിങ്കൽ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ക്ഷയമുള്ള മനുഷ്യനായിരുന്നു ആദ്യം, ഇപ്പോൾ അവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. രോഗത്തിന് ക്ഷയമല്ല, ശരീരം ക്ഷയിക്കും ഈ മണ്ണിൽ. ആ ക്ഷയമുള്ള മനുഷ്യനെ ഉയർത്തെഴുന്നേൽച്ചപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് അക്ഷയമായി ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും രൂപാന്തരപ്പെടും, കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇതാണ് അവിടെ ആ ഭാഗത്ത് പറഞ്ഞതായ കാര്യം. കൃപായുഗ അവസാനത്തിൻ്റെ രഹസ്യ സംഭവങ്ങളിൽ ഒരടയാളവും കൂടെ. 1 തെസ്സലോനിക്കർ ലേഖനം 4:16-17. 1 തെസ്സലോനിക്കർ 4:16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ ഇത് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതി, കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയപ്പോൾ ഇത്തിരി കൂടി ആഴത്തിലേക്ക് പോയി എഴുതി. അത് ആഴത്തിലേക്ക് ദർശനത്തിൽ എഴുതി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുതൽ ദൈവിക പദ്ധതിയിൽ ഈ ലോകത്തിൽ മാറി മാറി വരുന്ന 3 യുഗങ്ങളെ പറ്റിയാണ് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ 7-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. അതിന് ശരിയായ വിശദീകരണത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് 8-ാമത്തെ എപ്പിസോഡിൽ. ദൈവം അനുവദിച്ചാൽ ഒരു 4-5 എപ്പിസോഡും കൂടെ തീർന്നിട്ട് നിർത്തത്തുള്ളൂ. കൃപായുഗത്തെക്കുറിച്ച് മാത്രമല്ല, കൃപായുഗം കഴിഞ്ഞാലുള്ള 2 യുഗങ്ങളെ കൂടി പറയണം. അതാണ് ദൈവത്തിന് യുഗപരിപാടിയെ അറിയണമെന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട്, തലവാചകം കൊടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആ യുഗങ്ങളുടെ, പുതിയമകാല യുഗങ്ങളുടെ 3 കാര്യങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന
ആ വെളിപ്പാട് എല്ലാവർക്കും എത്തട്ടെ, കിട്ടട്ടെ, അറിയട്ടെ, മനസ്സിലാക്കി ഗ്രഹിക്കട്ടെ, ഒരുങ്ങട്ടെ. ഇതാണ് എൻ്റെ പിറകിലെ ദൈവിക ഉദ്ദേശവും എൻ്റെ താല്പര്യവും. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കൃപായുഗത്തിലേക്ക് കടന്നു വന്ന് ഏതാണ്ട് അതിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആ പറഞ്ഞു വെക്കുന്നതിൽ നാം അറിയണം, ഇതൊരു പരമരഹസ്യമാണ്. രഹസ്യമായിട്ട് സഭ ഇവിടുന്ന് പോകും. രഹസ്യമായിട്ട് സഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് അപ്പോസ്തോലിക കാലം അല്ല. അപ്പോസ്തോലിക കാലമാകുന്ന ലോകമല്ല ഇപ്പോഴത്തത്. ലോകം ഒരുപാട് മാറി. ലോകം മാറുന്നതിനനുസരിച്ച് ഞാൻ മാറിയോ? ഇല്ല, മാറില്ല, മാറാൻ പറ്റില്ല. സ്തോത്രം. കാരണം അപ്പോസ്തോല പിതാക്കന്മാരായിരുന്നവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ കൃപായുഗത്തിലായിരുന്നു. ഞാനും കൃപായുഗത്തിലാണ്. അവർക്ക് ദൈവസഭയെക്കുറിച്ചും സമ്പൂർണ്ണ ബൈബിളായിരിക്കുന്ന 66 പുസ്തകങ്ങളെക്കുറിച്ചും നല്ല ഗ്രാഹ്യം അല്ലെങ്കിൽ പരിജ്ഞാനം ഉണ്ടായിരുന്നു. ആദ്യത്തെ 39 പുസ്തകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നത്തെ 27 പുസ്തകങ്ങൾ വന്നിട്ടുള്ളത്. അതെല്ലാം അവരുടെ കാലത്ത് സൂക്ഷ്മമായി അവർ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ വെളിപ്പാടുകൾ കൊടുത്തിട്ടുണ്ട് കർത്താവ്. അപ്പം അതുകൊണ്ട് ഈ 39 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന കാര്യങ്ങളുടെ പൂർത്തീകരണം അല്ലെങ്കിൽ വെളിപ്പാടുകൾ അവർ പറഞ്ഞു വെച്ചപ്പോഴാണ് സഭയുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അവരുടെ കാലത്താണ് ഞാൻ എന്നല്ല, അവരുടെ കാലത്തിലല്ല ഞാൻ. പക്ഷെ ലോകം അവരുടെ കാലത്തേക്കാൾ ഒരുപാട് മാറി. ശ്രദ്ധിക്കുക, യുഗം മാറിയില്ല. യുഗം മാറാത്തതുകൊണ്ട് നിയമം പഴയത് തന്നെ. പഴയതെന്ന് പറഞ്ഞാൽ കൃപായുഗത്തിലെ നിയമം. അത് മുന്നാഴ്ച പറഞ്ഞു വെച്ചതാണ്. ന്യായപ്രമാണത്തിലെ നിയമമായിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിനും, പുതിയ നിയമത്തിലെ കൃപായുഗത്തിലെ ദൈവിക നിയമം യേശുക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലന്മാർ സഭയ്ക്കും കൊടുത്ത് ആ പ്രമാണത്തിനും ആ നിയമത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. അതോ ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലൈനിൽ നിന്ന് അല്ല നമ്മളുള്ളത്. തിരുഗതത്തിൽ തിരുവുള്ള പ്രകാരം അല്ല ഉള്ളത്. അപ്പം അതുകൂടെ അപ്പം നമ്മൾ പറഞ്ഞത് അപ്പോസ്തോലിക കാലത്തിൽ അല്ലെങ്കിലും ആ യുഗത്തിലാണ്, ആ പ്രമാണത്തിലാണ്, ആ സഭയിലാണ്. അവരുടെയും നമ്മുടെയും പ്രത്യാശ ഒന്നാണ്. ഈ വസ്തുത ആ ക്രമത്തിലറിയാൻ മനസ്സ് വയ്ക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് ദിനവൃത്താന്തം 15:13. ഒന്ന് ദിനവൃത്താന്തം 15:13. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യുക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ഒന്നുകൂടി വായിക്കുക. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ഇസ്രായേൽ മക്കൾ ദാവീദിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കാര്യം ചെയ്തപ്പോൾ, ഏറെ വർഷം മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് അന്യം വന്നു പോയ ദൈവത്തിൻ്റെ പെട്ടകത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് എടുത്ത് അതിന് പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് കൊണ്ടുവെക്കാനായി തയ്യാറായിട്ട് പുറപ്പെട്ടപ്പോൾ, ഓർക്കുക, അവരതിൻ്റെ നിയമം തെറ്റിച്ചാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒത്തിരി നഷ്ടം വന്നു എന്ന്, ആൾനാശമൊക്കെ ഉണ്ടായി. അത് വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല. എനിക്ക് അവിടെ നിന്ന് ഒറ്റ പോയിന്റ് എടുക്കാനാണ്. നിയമപ്രകാരമല്ലല്ലോ നാം അവനെ അന്വേഷിച്ചത്. പെട്ടെന്ന് കൊണ്ടുവന്ന കാര്യം ആണെങ്കിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന വസ്തുതയാണത്. നിയമപ്രകാരമല്ലല്ലോ. ഞാൻ എന്താണ് പറയാമെന്ന് പറഞ്ഞ ഉദാഹരണം,
ഗൗരവമായി മനസ്സിലാക്കുക, ഗൗരവമായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ. ദാവീദ് ഒരുപാട് സന്നാഹങ്ങളെ ഇസ്രായേൽ മക്കളെ കൂട്ടിവരുത്തി അവരുടെ ആലോചന അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ പാളിപ്പോയി, വഴിയിൽ ആൾനാശമൊക്കെ ഉണ്ടായി. 3 മാസം കൊണ്ട് എവിടെയാണ് വീഴ്ച പറ്റിയെന്ന് കണ്ടുപിടിച്ച അനന്തരം വീണ്ടും പെട്ടകം കൊണ്ടുവരാൻ പോയി. അപ്പോൾ പറഞ്ഞ വാക്കാണിത്, നിയമപ്രകാരമല്ലല്ലോ നാം യഹോവയെ അന്വേഷിച്ചത്, അതുകൊണ്ടല്ലോ നമുക്ക് ഛേദം വരുത്തിയത്. അവർ ന്യായപ്രമാണ വിശ്വാസികളാണ്, ന്യായപ്രമാണം അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്, യഹൂദ ജനമാണ്, യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം. ഇതൊക്കെയാണെങ്കിലും നിയമം തെറ്റിച്ചു. ആർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും, ശുശ്രൂഷകന്മാരായാലും അധ്യക്ഷന്മാരായാലും സാധാരണക്കാരായാലും അതിനേക്കാൾ കുറച്ചും കൂടെ പ്രാധാന്യതയേറിയതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണ്. മൃഗങ്ങളുടെ യാഗം കൊണ്ട് അവർ നീതീകരണം പ്രാപിച്ചവരാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗമാകുന്ന ക്രൂശിലെ യാഗം കൊണ്ട് നീതീകരണം പ്രാപിച്ചവരാണ് പുതിയ സഭയിലെ അംഗങ്ങൾ. നിയമം തെറ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം നമുക്കുണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ, ദൈവത്തിന് അതിനകത്ത് പങ്കാളിത്തമില്ല. അത് കണ്ടുപിടിച്ചു ഈ മനുഷ്യൻ. ദൈവത്തിന് ഏറ്റവും പ്രിയനായ മനുഷ്യനായിരുന്ന ദാവീദ് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തത്തിൻ്റെ സമാപനത്തിൽ പറഞ്ഞു, നാം നിയമപ്രകാരമല്ലല്ലോ അവനെ അന്വേഷിച്ചത്. ദൈവം നിയമത്തിനൊപ്പം നിൽക്കും. നിയമം കൊടുത്തു ദൈവം. സ്തോത്രം. എൻ്റെ ലഘുവായ അറിവിൽ ഇന്ത്യ രാജ്യത്തിലെ ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അധികം പേരും ഭരണഘടനയെ താങ്ങിയാണ് പറയാറുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ താങ്ങി. വിശേഷാൽ കോടതി അങ്ങനെയാണ് പറയുന്നത്. ഒരു കേസ് കോടതിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് അതിൽ വകുപ്പ് ചേർത്താണ് അയക്കുന്നത്. ആ വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിൽ കിടക്കുന്ന വകുപ്പാണ്. അത് തെറ്റിച്ചും അത് ക്രമം അല്ലാതെയും ചെന്നാൽ അതിന് സ്വീകാര്യതയില്ല, ആ കേസിന് വേണ്ടത്ര നിലവാരമില്ല. ഞാൻ പോട്ടെ. അപ്പോൾ പറഞ്ഞത്, ദൈവവചനമാകുന്ന ഭരണഘടനയ്ക്കകത്ത് നിന്ന് അതിൻ്റെ പ്രോപ്പർ അത് ശരിയായ ദിശയിൽ പോകാതെ ഞാൻ ആ വാക്യം വായിച്ചു, ഞാൻ ഈ വാക്യം വായിച്ചു, ഞാൻ അവിടെ നിന്നൊരു വാക്യം എടുത്തു, ഇവിടെ നിന്നൊരു വാക്യം എടുത്തു. നോ, അതുകൊണ്ടൊന്നും പോരാ സഹോദരങ്ങളെ. അതൊന്നും അല്ല ദൈവിക നടപടി. ഞാനത് പറഞ്ഞ് നീട്ടുന്നില്ല. ഞാൻ ആ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ നിർത്തട്ടെ. സഭാന്ത്യത്തിൽ വരുമ്പോൾ, യുഗാന്ത്യത്തിൽ വരുമ്പോൾ, സഭാ സമാപനം യുഗാസമാപനം രണ്ടും ഒന്നിച്ച് വരുമ്പോൾ നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ഭക്തരായ ആൾക്കാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ബൈബിളിൻ്റെ ശരിയായ ദിശാഭാഷയിൽ പറഞ്ഞാൽ, അധികം ആരും ഇതൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് അവർക്കത് ഇഷ്ടക്കേട് തോന്നാം, സാരമില്ല. ബൈബിളിന് ശരിയായ ദിശാസ്ഥിതിയിൽ പറഞ്ഞാൽ, പാപിയായി തീർന്ന മനുഷ്യൻ ഇസ്രായേലായാലും പുതിയ വിശ്വാസികളായാലും മകനോ മകളോ ആയിത്തീരണം. ആരുടെ? ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ. ദൈവത്തിൻ്റെ മകളോ മകനോ ആയിത്തീരുന്നിടത്ത് അവന് മുഖനോട്ടമില്ല, മുഖപക്ഷമില്ല. ഓരോന്നിനും നുള്ളിപ്പെറുക്കാനായിട്ട് കർത്താവ് പോവുകയും വേണ്ട, പോകത്തുമില്ല. പിന്നെ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത്? എല്ലാം വിശദീകരിക്കാനുള്ള സമയം നമുക്ക് മതിയാകില്ല. വിശദീകരിക്കാനുള്ള ഓർമ്മയും വചനജ്ഞാനവും എനിക്കുണ്ട്. എന്നെ തന്നെ ഞാൻ ഉയർത്തുന്നതല്ല പറഞ്ഞത്. ഈ നുള്ളിപ്പെറുക്കേണ്ടത് പിന്നെ എങ്ങനെയാണത്?
ആ വാക്യം ഒന്ന് വായിച്ചു തരാമോ കേൾവിക്കാർക്ക് ഒരു ഉറപ്പിന് വേണ്ടി? അത് റോമാലേഖനം 8:11. റോമാലേഖനം 8:11. എങ്ങനെയാണ് ഈ ആൾക്കാർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഒന്ന് നിർത്തണേ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. യേശുവിനെ ഉയർപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്, ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. നുള്ളിപ്പറക്കാൻ കർത്താവ് പോവുകയല്ല. ആത്മാവിനാൽ വീണ്ടും ജനിച്ചവൻ, ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവൻ, ആത്മാവിനാൽ ദൈവത്തെ ആത്മാവിൽ അറിഞ്ഞ് ആരാധിച്ചവൻ, അവൻ്റെ പൗരത്വം സ്വർഗത്തിലാകയാൽ തനിയെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ യേശുക്രിസ്തുവാകുന്ന ആ കർത്താവിൻ്റെ കർത്താവിൻ്റെ സഭയെ ചേർക്കാൻ വരുന്ന പ്രത്യക്ഷതയിൽ, മധ്യാകാശത്ത് വരുന്ന പ്രത്യക്ഷതയിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ചില എപ്പിസോഡ് മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ, ഒന്നാമത്തെ പ്രത്യക്ഷത പാപപരിഹാരത്തിന് വേണ്ടി, രണ്ടാമത്തെ പ്രത്യക്ഷത പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കാൻ വേണ്ടി, മൂന്നാമത്തെ പ്രത്യക്ഷത സഭയെ ചേർക്കാൻ വേണ്ടി. സഭയെ ചേർക്കാൻ വരുന്ന ഈ മൂന്നാമത്തെ പ്രത്യക്ഷതയിൽ അവൻ്റെ ആത്മാവ് ആരിൽ വസിക്കുന്നുവോ, അത് പഴയ നിയമ വിശുദ്ധന്മാരാണെങ്കിൽ അവരിൽ വസിക്കുന്നെങ്കിൽ അവരും, ഇവരിൽ വസിക്കുന്നെങ്കിൽ ഇവരും ഉയർത്തെഴുന്നേറ്റ് വരും. ആ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതാണ് കൊരിന്ത്യ സഭയോട് പൗലോസ്ലീഹ പറഞ്ഞത്. ഇതാണ് തെസ്സലോനിക്ക സഭയോട് പൗലോസ്ലീഹ പറഞ്ഞത്. അങ്ങനെ നാം ഈ വിഷയത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, അവിടേക്കുള്ള പ്രവേശനത്തിന് നാം എന്ത് വേണം? അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക്, ആ പങ്കാളിത്തത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? കൃത്യം, പദ്യം, വ്യക്തം. അപ്പോസ്തലപ്രവൃത്തി 17:30-31 കേട്ടോളൂ. എന്തു ചെയ്യണം? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, താൻ നിയമിച്ച പുരുഷൻ എന്ന് പറഞ്ഞാൽ മഹാദൈവമായിരിക്കുന്ന യഹോവ നിയമിച്ച പുരുഷനായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. എല്ലാവർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ കലുവത്തിൽ സ്നാനപ്പെട്ട് കയറിയപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി അവൻ്റെ മേൽ വസിച്ചു. ആ ആത്മാവിനാൽ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. വീണ്ടും ജനിക്കാൻ, രക്ഷിക്കപ്പെടാൻ മാനസാന്തരപ്പെട്ടവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നു. അത് ആത്മാവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആത്മാവ് വസിക്കുന്ന ഏതൊരാളും യേശുവിൻ്റെ വരങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും. തപ്പിപ്പറക്കാൻ പോകണ്ട. യേശു മധ്യാകാശത്ത് വന്നപ്പോൾ ഇവർ തമ്മിൽ അറിഞ്ഞു. ഈ മരിച്ച് മൺമറഞ്ഞു പോയ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മനുഷ്യനും ഈ ആത്മാവ് തമ്മിൽ അറിഞ്ഞു. അവൻ്റെ ശരീരം ഇവിടെ അലിഞ്ഞുപോയി. അതവിടേക്ക് ആവശ്യവുമില്ല. ഇത് മൺമയമായ ശരീരം വിൺമയമായ ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്ന എന്താണ്? രഹസ്യ അടയാളം. ആ രഹസ്യ അടയാളമാണ് സഭയുടെ ഉയർപ്പും സഭയുടെ പുറപ്പാടും. സഭ ഉയർത്ത് പുറപ്പെട്ട് കഴിയുമ്പോൾ അടിവരയിട്ട് അസന്നിഗ്ധമായി ഒപ്പിട്ട് പറയുന്നു, ഒരു വീട്ടിൽ എല്ലാവരും ചിലപ്പോൾ പോകത്തില്ല. ഒരു സഭയിൽ എല്ലാവരും പോകത്തില്ല. ഒരു ദേശത്തെല്ലാവരും പോകത്തില്ല. ഒരു മതത്തിൽ എല്ലാവരും പോകത്തില്ല. പോയവർ പോയി കഴിയുമ്പോൾ അവരെ കാണാതാകുമ്പോൾ
അന്ന് വരെ ലോകം കേട്ടിട്ടില്ലാത്ത മഹാവലിയ വിളംബരം സകല പത്രങ്ങളും വാർത്താമാധ്യമങ്ങളും പറയും. ഇത്രയായിരം പേരെ കാണാനില്ല, ഇത്ര ലക്ഷം ഇത്ര കോടി ആൾക്കാരെ കാണാനില്ല, കേൾക്കാനില്ല. എല്ലാവർക്കും മനസ്സിലായി, പൊട്ടന്മാർന്ന് നമ്മൾ വിളിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോയി. ജീവിച്ചിരുന്ന ഭക്തന്മാരായി അവർ രൂപാന്തരപ്പെട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തിരയുമ്പോൾ കാണാതാകയാൽ അവരുടെ മതങ്ങളും ഇവരുമായിട്ട് വലിയൊരു സംഘർഷം ഉണ്ടാവും. നിങ്ങൾ ഞങ്ങളെ ചതിച്ചെന്ന് പറയും. അതിൻ്റെ നേതൃനിരയിലുള്ളവരോട് ഉണ്ടാവും. അവരോട് പറയും, നിങ്ങൾ ഞങ്ങളെ ചതിച്ചു, ഞങ്ങളുടെ ആൾക്കാരെ കാണുന്നില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇതാ ഞങ്ങൾ ബാക്കിയായി, ഞങ്ങളിന്ന് ഇത് പോരാ എന്ന് പറഞ്ഞ് മാറിപ്പോയവർ ഇപ്പം ഇവിടെ ഇല്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിച്ചാൽ എല്ലാവർക്കും അത് തൃപ്തികരമായി തോന്നുകയില്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആകയാൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, വ്യതിചലിച്ചല്ലോ എന്ന് എങ്ങനെ അറിയാം? അത് അളന്നു നോക്കുന്ന സ്കെയിലാണ് അവർ എഴുതി വച്ചിരിക്കുന്ന ഈ സന്ദേശം. ആ എഴുതി വെച്ച സന്ദേശപ്രകാരം അത് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അവിടെ എന്ത് ത്യാഗമോ സഹനമോ സഹിഷ്ണുതയോ ആവശ്യം വന്നാലും നരകത്തേക്കാൾ നല്ലതല്ലേ? പിന്നെ ചാൻസ് ഉണ്ടോ? സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടോ? 7 യുഗങ്ങളെന്ന് പറയുന്ന സമ്പൂർണ്ണ ബൈബിളിലെ യുഗങ്ങളിലെ 5ാമത്തെ യുഗമായിരിക്കുന്ന കൃപായുഗത്തിൽ അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ സാധിക്കാനാണ്? കൃപായുഗമല്ലേ ഏറ്റവും മുഴുത്ത യുഗം എന്ന് പറഞ്ഞത്. കൃപായുഗത്തിൻ്റെ കാലഘട്ടം ഞാൻ പറഞ്ഞതുപോലെ ഈ കൃപായുഗവും യേശു ക്രിസ്തുവുമുള്ള ആ വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 2040 വർഷത്തിലധികം പഴക്കം വരും. കണക്കുകൂട്ടി പറയാനാ എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കുക. ഞാൻ അവിടെ നിർത്തട്ടെ. പറഞ്ഞു വന്നത്, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കർത്താവിനെ കാത്തിരിക്കുന്നവർ, കർത്താവിന് രക്ഷിക്കപ്പെട്ടവർ, മകനായവർ, മകളായവർ, മകനോ മകളോ ആയെങ്കിൽ അകത്തിരുന്ന് പരിശുദ്ധാത്മ പറയും, നീ മകനാണ്, നീ മകളാണ്, നിനക്ക് പ്രത്യാശയുണ്ട്, നീ നിന്റെ അല്ല, നീ കർത്താവിൻ്റെയാണ്, കർത്താവ് നിന്നെ സൂക്ഷിക്കും, വീഴാതെ കൊണ്ട് നിന്നെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവനെ ആരാധിച്ചുകൊള്ളുക എന്ന് അകത്തിരുന്ന് പറയുമ്പോൾ ആരാധനയുടെ ധ്വരയുണ്ടാകുന്നു. അങ്ങനെ ആരാധന പുറപ്പെട്ടു വരുന്നു, വെളിപ്പെട്ടു വരുന്നു. നിർത്തട്ടെ. ആ വിധത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുള്ളവരായ ജനം പോയി കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്ഥിതിയും ഗതിയും മുൻ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പിന്നാലെ പറയുന്നതുമായിരിക്കും. ആകട്ടെ, ഇപ്പോൾ നമുക്ക് കൃപായുഗത്തിൻ്റെ സമാപനത്തിലേക്ക് വന്നപ്പോൾ അത് പറഞ്ഞിവിടെ നിർത്താം. കർത്താവ് നിങ്ങളെ ഈ ചിന്തയിൽ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. രഹസ്യമായ കൃപായുഗത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം, പരസ്യമായ അടയാളം വന്നപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതും ഭൂകമ്പ കാര്യങ്ങളും മറ്റു പലമായിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പരസ്യ അടയാളം, രഹസ്യ അടയാളം, ഇതിങ്ങനെ മനസ്സിലാക്കാൻ ഈ വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ദൈവം എന്നെ ഒരുക്കിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.